അത് ശരി. അപ്പൊ പാറോസ് ആയിരുന്നല്ലേ ഇതിന്റെ പിന്നില്? ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല. അവളാ പറഞ്ഞ അച്ഛന്റെ ഫോം മേടിച്ചോണ്ട് വരാന്ന്. എടി ഇവിടെ എന്തൊക്കെ കുരുത്തക്കെടി ഈ വീട്ടിൽ നടക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ പുറകിൽ നിന്റെ ഈ കറുത്ത കരങ്ങളാണ്. ഓക്കെ, അത് പിന്നെ എനിക്ക് അറിയാലോടാ. പാറോസിന്റെ സ്വഭാവം മൊത്തം നമുക്ക് അറിയാലോ. ഞാൻ അല്ലളിയാ. പിന്നെ കല്ലുവാ. കല്ലുവാണോ? പിന്നെ എന്താണ് അച്ഛൻ പിന്നെ ഫോൺ തരാം കേട്ടോ. കല്ലൂസ് എടാ അച്ഛൻ ഒരുപാട് ടെൻഷനിലിരിക്കുക. മൊത്തത്തിൽ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് പോലും അറിയാണ്ടിരിക്കുവാ കുഞ്ഞേ. പ്ലീസ്ഡാ. അല്ലെ കൊണ്ടാലേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെങ്ങനെയും മേടിക്കാം കോള് വരുമ്പോ. പിന്നെ പറഞ്ഞ അളിയന്റെ മറ്റേ മംഗലാപുരത്തെ കാര്യം എന്തായി? തേങ്ങ മാങ്ങ എന്തിനാ കയറ്റി അയക്കണെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ കൊറേ ദിവസങ്ങൾ ഞാൻ അവിടെ നിന്ന് കൊറേ പൈസ ഞാൻ ഇപ്പൊ തന്നെ അവിടെ ഇറക്കി കഴിഞ്ഞു. ഈ പൈസയുടെ കാര്യം പറയുന്ന കേട്ടല്ലോ. പൈസ? ഏത് പൈസ? അയ്യോ, ഒരുപാട് അഭിനയിക്കല്ലേ സിദ്ധു. നീ ഇവിടുന്ന് മംഗലാപുരത്തുനിന്ന് പോയിട്ട് അവളുമായിട്ട് ഫുൾ അവിടെ ചുറ്റിക്കറങ്ങി നടക്കല്ലായിരുന്നോടാ. എന്റെ മോളാണ്, നിന്റെ പെങ്ങളാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവളൊന്ന് ചേട്ടാ എന്നൊന്ന് വിളിച്ച പിന്നെ എല്ലാം നീ മറക്കും. ഒരു ദിവസം ആ മംഗലാപുരത്തൊന്ന് കറങ്ങി ഭക്ഷണം കഴിച്ച് ചുറ്റിക്കറങ്ങി വരണമെങ്കിൽ മിനിമം ഒരു 5000 രൂപ ആവത്തില്ലേ? ഇല്ലേ? നീ എത്ര ദിവസം അവിടെ നിന്നു? ഒരു 30 ദിവസങ്ങൾ ഇടയ്ക്ക് നിന്നിട്ടില്ലേ? ഇല്ലേ? എന്താണ് മിണ്ടാത്ത? മിനിമം ഒരു 1.5 ലക്ഷം രൂപ നിനക്ക് ചെലവായോ? ആയോ? അമ്മ കാര്യം അറിയാതെ ഇങ്ങനെ സംസാരിച്ച എങ്ങനെ അമ്മ? എന്നാ കാര്യം പറ കേക്കട്ടെ. സംസാരിക്കുന്നവൻ സീതാമോ, സംഭവം പറയാൻ പറ്റത്തില്ല. ചിലപ്പോ 1.5 ലക്ഷം ഒന്നും ആയി കാണത്തില്ല അല്ലേ ഞാൻ? അതെ അതെ, ചെറിയ എമൗണ്ട് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ചെലവിന് പൈസ വരത്തില്ലേടാ? എത്ര വരും ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോ? അതിന് അത്ര ഒന്നും ആയിക്കോണല്ലോ. 2 ലക്ഷം 3 ലക്ഷമല്ലോ. ചേട്ടാ വെറുതെ എഴുതിയിൽ എന്നെ ഒഴിക്കല്ലേ? ആണോടാ? അവൻ ചുമ്മാ എന്തൊക്കെയോ പറയുന്ന അമ്മ. നീ പറയണ്ട, ഞാൻ കൊച്ചിനോട് ചോദിച്ചോളാം. കല്ലുമോളെ, അച്ഛനെ അപ്പച്ചിക്ക് എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു? എന്തൊക്കെയാ? ഡ്രസ്സും ഷൂവും പിന്നെ വലിയ ടിവിയും സാരിയും. എന്താ വെച്ചാ ടിവിയോ? വലിയ ടിവിയും വലിയ സാരിയും. നിന്റെ കയ്യിലെ പൈസ മുഴുവൻ ചെലവാക്കിയ പിന്നെ നിനക്കൊരാവശ്യം വന്ന ആരെന്ത് ചെയ്തു തരുമെന്ന് വിചാരിച്ചിട്ടാ? എടാ, നീ ദുബായിലേക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു നേരത്തെ വരെ, ഇപ്പൊ അതില്ല. യൂറോപ്പിൽ പോണെന്ന് പറഞ്ഞ കൂട്ടുകാരനെ വിളിച്ചോണ്ടിരുന്നു, ഇപ്പൊ അതില്ല. എവിടെ പോകാതെ ഇങ്ങനെ വീടിനകത്ത് അടങ്ങി കുത്തി ഇരുന്നോ? നിനക്ക് ആര് ചെലവിന് വരുമെന്ന് വെച്ചിട്ടാ? ഈ കൊച്ചിനെ പറ്റി നിനക്ക് ഓർമ്മയുണ്ടോ? ഇതിപ്പോ വലുതാവും, അതിനെ പഠിപ്പിക്കണ്ടേ? സീതാമോ, ഇപ്പം അളിയനെ നമ്മളിങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? കാരണം എന്തായാലും ഇത് വളരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. പിന്നെ പോട്ട് വളർന്നാലും ശരി തന്നെ പെട്ടെന്ന് നമുക്ക് കെട്ടിച്ചിടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ അളിയാ? അവളുടെ തീരുമാനമല്ലേ, അവള് സ്വന്തമായിട്ട് കെട്ടിപ്പൊക്കോളും. അപ്പൊ നമുക്ക് അത്രയും. നീ കൂടുതൽ സംസാരിക്കരുത് കേട്ടോ. നീയും കണക്കാ, നിന്റെ അളിയനും കണക്കാ. 2 അളിയന്മാരെ ഒരു കയറിന്റെ അങ്ങേയറ്റവും ഇങ്ങേറ്റവും കെട്ടാ സംസാരിക്കുന്നവൻ. അപ്പൊ അളിയന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അളിയൻ കത്തി കയറി. ആ കത്തും, ഇങ്ങനെയാണെങ്കിൽ മൊത്തം കത്തും ഇവിടെ കിടന്ന്. എടാ, നീയൊക്കെ 2 പേരും നന്നായിട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിച്ചാ നിനക്കൊക്കെ തന്നെ കൊള്ളാം. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ലോ. അടുത്ത ചിങ്ങത്തിന് മതിയോ മോളെ? മക്കൾക്ക് എല്ലാം അച്ഛൻ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. നല്ലൊരു പയ്യനെ ഉടനെ തന്നെ നോക്കാവേ. കാത്തിരിക്കാല്ലേ?